പറയുന്നതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈടായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്? അല്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച നടക്കുന്നത്. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. അതാണ് ചോദിക്കുന്നത്. ഒരു ഇപ്പൊ പ്രേക്ഷകരും അതേപോലെ ട്രോളിലും അതേപോലെ ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ അങ്ങനെ ട്രോളിലൂടെയും അതേപോലെ തന്നെ പറയുന്നത് കാര്യങ്ങളൊക്കെ ബാധിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് പറയുന്ന ആക്ടറും സ്റ്റാറും നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയുടെ പണികൃതിക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പോ എനിക്കറിയില്ല എന്റെ വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമുണ്ടോ. അങ്ങനെ ഇപ്പോ അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോ പലതരം ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ, പലതരം വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളതുപോലെ, പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് കാര്യമുള്ളത്. അതുകൊണ്ട് പലർക്കും പലതരം ഇഷ്ടവും ഇഷ്ടക്കുറവും ഇഷ്ടക്കൂടുതലും ഒക്കെ ഉണ്ടാവാം. അത് ഇങ്ങനെ എന്താ പറയാ, അതൊരു വ്യക്തിവൈരാഗ്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ അതിലുണ്ടെങ്കിൽ മോശമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് ഉണ്ണി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയുടെ സിനിമക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിജയം അതിന്റെ എക്സാമ്പിളല്ലേ. അപ്പോ അങ്ങനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മള് പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. ആൾക്കാരെ നിർബന്ധിച്ച് നല്ലത് പറയാൻ പറ്റില്ലല്ലോ. അത് ആൾക്കാർക്ക് നല്ലത് പറയണം. പറയുന്നവർ പറയട്ടെ, അല്ലാത്തവർ മാറ്റി പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും 2025 വലിയൊരു വർഷമായി മാറട്ടെ, നല്ല സക്സസ്ഫുൾ ആവട്ടെ, ഐഡന്റിറ്റി വലിയൊരു ഐഡന്റിറ്റി ആയി മാറട്ടെ. എത്ര സമയം